ഹജ്ജ് തീർത്ഥാടകരെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് നാളത്തെ അറഫ സംഗമത്തിനായുള്ള കാത്തിരിപ്പിൽ. മിനായിലെ തമ്പുകളിൽ ഇപ്പോൾ പ്രാർത്ഥനയുമായി കഴിയുന്ന ഹാജിമാർ ഇന്ന് രാത്രിയോടെ തന്നെ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചു. ഇന്ന് ആദ്യത്തെ ദിവസം തീർത്ഥാടകരെല്ലാം ഇപ്പോൾ മീനായിലാണുള്ളത്. മീനായിലെ തമ്പുകളിൽ 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ തന്നെ തീർത്ഥാടകരെല്ലാം മീനായിലെത്തി. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ സൗകര്യം ഇത്തവണ മീനായിൽ ഒരുക്കിയിട്ടുണ്ട്. തമ്പുകളായാലും അതോടൊപ്പം തന്നെ ഭക്ഷണ ഒക്കെ ആയാലും വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കാണാം, ഇപ്പോൾ ഈ മീനായിലെ 5 കാറ്റഗറി 5 സോണുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ സോണിൽപ്പെട്ട ഒരു തമ്പാണ് ഈ കാണുന്നത്. തീർത്ഥാടകർക്ക് വളരെ മെച്ചപ്പെട്ട സൗകര്യം, മുൻ വർഷങ്ങളേക്കാൾ വളരെ മെച്ചപ്പെട്ട സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽപ്പെട്ട ഒരു തീർത്ഥാടകൻ നമുക്ക് നാളെ, ഇന്നത്തെ മീനായിലെ താമസം എന്ന് പറഞ്ഞാൽ നാളത്തെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പാണ്. യൗമു തർവിയ എന്നാണ് അറിയപ്പെടുന്നത്, അതായത് വിശ്രമ ദിവസം. ഇന്ന് കാര്യമായി മറ്റുള്ള കർമ്മങ്ങളൊന്നും തീർത്ഥാടകർക്ക് നിർവഹിക്കാനില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടകർ. എന്താണ് നാളെ അറഫയിൽ തീർത്ഥാടകർ നിർവഹിക്കാൻ പോകുന്നത്, എന്താണ് അറഫ സംഗമത്തിൻ്റെ പ്രത്യേകത എന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഒന്ന് പറയുക, എന്താണ് അറഫ സംഗമം നാളത്തെ? അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകരെല്ലാം. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാരംഭഘട്ടമാണ് ഈ മിനയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. മിനയിൽ ഒരു ഹാജി വന്നെത്തുന്നത് ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദുൽഹജ്ജ് 9 അറഫ സംഗമത്തിന് വേണ്ടി അവൻ്റെ മനസ്സും ശരീരവും ആത്മാവുമൊക്കെ സജ്ജമാവുക എന്ന ലക്ഷ്യത്തിലാണ്. കാരണം ഈ മിന എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയും പോലെ തന്നെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ താല്പര്യത്തെ പരിഗണിക്കുക എന്ന വലിയ ഒരു ഇബ്രാഹീമി ചരിത്രത്തിൻ്റെ അലൈഹിസ്സലാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മിനായുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അപ്പോൾ മിനയിൽ വരുന്ന ഒരു ഹാജി അവൻ്റെ സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് രൂപപ്പെട്ടതിന് ശേഷം നാളെ അവൻ അറഫയിലേക്ക് പോവുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ അറഫയിൽ സമ്മേളിച്ച് അവിടുത്തെ അനുചരന്മാർക്ക് നൽകിയ ഏറ്റവും പ്രൗഢോജ്വലമായ മാനവിക സംസ്കാരത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒക്കെ ആ പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു കർമ്മം കൂടിയാണ് അറഫ എന്ന് പറയുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷമാണ് ഹാജിമാർ മുഴുവനും അറഫയിൽ സമ്മേളിക്കുന്നത്. അറഫയുടെ സന്ദേശം 2 കാര്യങ്ങളാണ്. സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക, മനുഷ്യനോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായും നിർവഹിക്കുക. അപ്പോൾ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള പൂർണ്ണമായ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ സാധിക്കുമെന്ന ഉറച്ച മനസ്സോടെ അതിനുള്ള നിരന്തരമായ പ്രാർത്ഥനയോടുകൂടിയാണ് ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നതും ഹജ്ജിൻ്റെ ആത്മാവും അതുതന്നെയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഹാജിമാരെല്ലാവരും വളരെ സുരക്ഷിതരായ ഒരു അവസ്ഥയിലാണ് നിലവിൽ മിനയിലുള്ളത്. അപ്പോൾ അതാണ് അറഫ സംഗമത്തിനായുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തീർത്ഥാടകരെല്ലാം. ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകരിൽ പലരും അറഫയിലേക്ക് നീങ്ങും. ഏതായാലും അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ തീർത്ഥാടകരെല്ലാം മീനായിൽ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.